അത് ഇതേപോലെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ വന്ന് പക്ഷേ ലിസ്റ്റിലേക്ക് വന്നില്ല. അത് ബി.എഡിന്റെ സർട്ടിഫിക്കറ്റും ഇല്ലായിരുന്നു, ഒന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലായിരുന്നു ആ സമയം കിട്ടാതെ. പിന്നെ അതങ്ങനെ നിന്നു. അപ്പൊ ഭയങ്കര സങ്കടമായിരുന്നു. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചെറിയ ലക്ഷ്യങ്ങളിൽ തട്ടി വീണാലും വലിയ ലക്ഷ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. വീണ്ടും ഓടുന്നവർക്ക് മാത്രം. ഇതൊരു ഉയർത്തെഴുന്നേൽപ്പാണ്. പുതിയ ലോകം, പുതിയ കാഴ്ചകൾ, പാഠങ്ങൾ, പരിശീലനങ്ങൾ, അറിവുകൾ. ഞാൻ എന്നെ തന്നെ സ്ഫുടം ചെയ്തിരിക്കുന്നു. വിശ്വസിച്ച് അങ്ങനെ പഠിച്ചു പോകും. ഒരു ദിവസം എന്തായാലും വരും. നമ്മൾ ഇന്ന് റിസൾട്ട് വന്നത് ഇന്നലെയാണ്, ഇന്ന് നമ്മൾ കാണുകയാണ്. എങ്ങനെ തോന്നുന്നു? ഭയങ്കര സന്തോഷം. കാരണം പ്രതീക്ഷിക്കാത്ത റിസൾട്ടാണ്. നമ്മൾ അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ട്, റിസൾട്ടിന്റെ അടുത്തേക്കൊക്കെ വരുമായിരിക്കും. പക്ഷെ റാങ്ക് ഇത്രയും ചെറിയ റാങ്ക് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഭയങ്കര 6ാം റാങ്കാണ് അമലിനയ്ക്ക് നേടിയിരിക്കുന്നത്. പേര് ഇത്തിരി വ്യത്യസ്തമായ ഒരു പേരാണ്, അമലിനയ്ക്ക്. ഞങ്ങൾ ചെറുതോണിയിലാണ് HSST കൊമേഴ്സിലെ 6ാം റാങ്കുകാരിയെ കാണുകയാണ്. റിട്ടേൺ എക്സാമിൽ എത്ര മാർക്കാണ്? 61.67. ഇനി ഞാൻ കുറെ പേരെ കൂടെ കാണാനുണ്ട്. കാരണം 1 തൊട്ട് 10 വരെയുള്ള റാങ്കുകളിലെ മിക്കതും നമ്മുടെ കുട്ടികൾക്കാണ്. അപ്പോൾ ഇന്ന് തന്നെ ഇടുക്കി 2 പേരെ ഞാൻ കാണുന്നുണ്ട്. അപ്പം അച്ഛനും അമ്മയൊക്കെ എന്ത് പറയുന്നു? അച്ഛനും അമ്മയും സുഖമായിട്ടിരിക്കുന്നു. വയനാടാണ് സ്വന്തം വീട്. ഹസ്ബൻഡ് പോലീസിലായതുകൊണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഇങ്ങനെ ഞാനും മോനും ഇവിടെയാണ്. അച്ഛനും അമ്മയൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നു അല്ലെ? മോളുടെ റാങ്കില് ഹാപ്പിയാണ്. എന്നാലും ഈ ഇന്നലത്തെ എത്ര പേര് വിളിച്ചു? കൂട്ടുകാരൊക്കെ വിളിച്ചോ? ഒരുപാട് പേര്. പണ്ട് പഠിച്ചിരുന്ന ഒരുപാട് പേര് വിളിച്ചു. ഇനി എല്ലാരും ചോദിക്കും എങ്ങനെ എക്സാം ക്രാക്ക് ചെയ്ത് സ്ട്രാറ്റജി ഒക്കെ ചോദിച്ചു തുടങ്ങിയോ? എല്ലാരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാ പഠിച്ചേ, മോനെയും വെച്ചോണ്ടല്ലേ. അപ്പൊ എങ്ങനെ പഠിച്ചു, എന്നെ എവിടെയാ കോഴ്സ് എടുത്തേന്ന് ആദ്യം ചോദിക്കുന്നത്. എവിടുന്നാ കോഴ്സ് എടുത്ത് പഠിച്ചേ? ഞങ്ങളുടെ പേര് പറയുന്നില്ലയോ? പിന്നില്ലേ, കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്തായാലും പറയുന്നുണ്ട്. ഓക്കെ. അപ്പം മോനെ നമ്മൾ സ്കൂളിൽ വിട്ടു. മോനെ സ്കൂളിൽ വിട്ടു. മോനെ അപ്പം കാണാൻ പറ്റില്ലേ, നമ്മൾ അതിനിടയ്ക്ക് ഇറങ്ങും. അപ്പം എങ്ങനെയായിരുന്നു ഈ ഒരു പഠനകാലം? എന്തായിരുന്നു പഠനം? തുടങ്ങിയത് നമുക്ക് 2024 നോട്ടിഫിക്കേഷൻ വരുന്നത്. അതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ്, ഞാൻ ഓഗസ്റ്റ് സെപ്റ്റംബറിനോടടുത്താണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ കോഴ്സ് എടുക്കുന്നത്. പിന്നെ അങ്ങോട്ട് സ്മൂത്തായിട്ട് പോയി എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം മോനുണ്ട്, ഞങ്ങൾ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഹെൽപ്പ് ചെയ്ത് അവനെ അങ്ങനെ മാറ്റി ഒരാളെ ഏൽപ്പിച്ചിട്ട് പഠിക്കലൊന്നും നടക്കില്ലായിരുന്നു. അവനെയും കൂടെ കൊണ്ടുപോയി അങ്ങനെയുള്ള പഠിത്തങ്ങളാണ് എനിക്ക് കൂടുതൽ. അവനെയും കൂടെ ഇരുത്തി ഉള്ള പഠിത്തങ്ങളാണ് കൂടുതൽ. അതെ. പിന്നെ അവൻ ഉറങ്ങുന്ന സമയത്ത്, മെയിനായിട്ടും രാത്രിയാണ് എൻ്റെ പഠിത്ത സമയം കൂടുതലും ഉള്ളത്. അപ്പം നേരത്തെയൊക്കെ ഇത്രയും ഇപ്പം ഈ 6ാം റാങ്ക് ഒരു PSC എക്സാമിന് സ്റ്റേറ്റ് വൈഡ് നേടിയ ആളാണ്. നേരത്തെയൊക്കെ ഇത്രയും നന്നായിട്ട് പഠിക്കുന്ന ആളാ? ഒരു +2 ലെവലൊക്കെ തൊട്ട് അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഒരാളായിരുന്നു. അത്യാവശ്യം കൊമേഴ്സ് എടുത്തതിന് ശേഷം എന്തോ കൊമേഴ്സിനോടൊരു ഇഷ്ടം തോന്നിയതുകൊണ്ടായിരിക്കും തോന്നുന്നു. പക്ഷെ SLC വരെയൊന്നും അങ്ങനെ വലിയൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. പക്ഷെ +2 കയറിയപ്പം അവിടുത്തെ ടീച്ചേഴ്സിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം എന്തോ നന്നായിട്ട് പഠിക്കുമായിരുന്നു. കൊമേഴ്സ് അങ്ങ് പഠിച്ചു തുടങ്ങി. അങ്ങനെ +2 അത്യാവശ്യം നല്ല മാർക്കോടുകൂടി പാസ്സായി. പിന്നെ ഡിഗ്രി, PG, B.Ed ഒക്കെ നല്ല മാർക്കുണ്ടായിരുന്നു. ആ ഒരു പഠനം ഇപ്പോഴത്തെ പരീക്ഷയിൽ സഹായിച്ചോ? ഒരുപാട്. നമ്മൾ ഇത്രയും ഗ്യാപ്പ് വന്നു എങ്കിലും അന്ന് പഠിച്ചു വെച്ച് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സബ്ജക്ട് നോളേജ് എപ്പോഴും വിട്ടുപോകത്തില്ലല്ലോ. അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും. പഠിക്കുന്ന കുട്ടികളോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്, എവിടെയൊക്കെ ഉഴപ്പിയാലും +2 ആ ഫൗണ്ടേഷൻ തൊട്ട് നിങ്ങൾ ശരിക്കും പഠിച്ചു തുടങ്ങിക്കോ മക്കളെ. ഫൗണ്ടേഷൻ നമുക്ക് ശരിക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വലിയ കുഴപ്പമില്ലാതെ പഠിച്ചു പോകാം. ഈ ഇപ്പൊ കുറെ നാളായിട്ട് തനിയെ മാറി നിന്ന് ഒരു കുടുംബത്തിന്റെ ഭാഗമായിട്ട് പഠിക്കുക അല്ലേ? അപ്പൊ ഈ സ്ട്രഗിൾസ് ഒക്കെ എന്തൊക്കെയായിരുന്നു? ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ ചെറിയ കുട്ടീനെയും കൊണ്ട് പഠിക്കാനിരിക്കുമ്പം നമുക്ക് ഫേസ് ചെയ്യുന്ന അമ്മമാർക്കറിയാം ഭയങ്കര സ്ട്രഗിൾസ് ആണത്. പിന്നെ നമ്മൾ ഒറ്റയ്ക്കും ആവുമ്പം ഫാമിലി നോക്കണം, കിച്ചൺ, അങ്ങനെ പാചകം, അങ്ങനെ നമുക്ക് എല്ലാ പരിപാടികളും ചെയ്യണമല്ലോ. ഒന്നും മാറ്റി നിർത്താൻ പറ്റില്ല. ഹസ്ബൻഡ് പോലീസിലാണ്. അപ്പം നമുക്ക് കിട്ടില്ല, അങ്ങനെ പെട്ടെന്നൊന്നും അവൈലബിൾ ആവില്ല അവര്. അപ്പം ഞാനും മോനും തന്നെയാണ് മിക്ക സമയങ്ങളിലും. അപ്പം അവനെയും നമുക്ക് അങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. അപ്പം അവൻ്റെ കൂടെ എൻഗേജ്ഡ് ആവണം മാക്സിമം ടൈം. ഹസ്ബൻഡിനും അവൈലബിൾ ആവണം, നമ്മുടെ കാര്യങ്ങൾ നടക്കണം. എല്ലാം കൂടി ആകുമ്പോൾ ടൈം മാനേജ്മെന്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാത്രിയിൽ എത്ര മണിക്കൂർ രാത്രിയായിരുന്നു കൂടുതലും.
മെയിനായിട്ടും അവനെ ഉറക്കി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒന്ന് ഇരുന്ന് പഠിക്കാനുള്ളൊരു സമയം കിട്ടുള്ളൂ. അപ്പോൾ അവൻ ഉറങ്ങുമ്പോൾ എങ്ങനെയായാലും 11 മണി 12 മണി അതിനുശേഷം എണീക്കും. അവനെ ഉറക്കിയ ശേഷം ചില ദിവസം നമ്മൾ ഉറങ്ങിപ്പോവും, അവൻ്റെ കൂടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോവും. പിന്നെ എണീക്കും, എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും 1 മണിക്കൊക്കെ ആയിരിക്കും ഞെട്ടി എണീക്കുന്നത്. അപ്പോൾ എണീക്കും, ഇരിക്കും, കുറേ നേരമൊക്കെ പഠിക്കും, പിന്നെ കിടക്കും. അങ്ങനെയൊക്കെയായിരുന്നു. എഴുതിയാണോ പഠിച്ച് എഴുതി പഠിക്കും. നോട്ട് എഴുതുമായിരുന്നു. നോട്ട് എഴുതും. ബുക്കുകൾ, ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്ത്, പിന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ വരുന്ന മെറ്റീരിയൽസിൽ നിന്ന് ഒക്കെ ആണെങ്കിലും ഷോർട്ട് നോട്ട് എഴുതുമായിരുന്നു. ഷോർട്ട് നോട്ട് എഴുതും. നമ്മുടേതായ നോട്ട് നമ്മുടേതായ നോട്ട്. അതിപ്പോ നെറ്റ് ക്വാളിഫൈ ചെയ്തപ്പോഴായാലും സെറ്റ് ഒക്കെ ഞാൻ നോട്ട് എഴുതി പഠിക്കുമായിരുന്നു. അതുകൊണ്ടാണ് പഠിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ അതൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. ഇതിനു മുമ്പ് എന്തെങ്കിലും PSC പരീക്ഷകളൊക്കെ എഴുതിയിട്ടുണ്ടോ? ഉണ്ട്, PSC പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ജനറൽ PSC ഒക്കെ എഴുതുമായിരുന്നു. പക്ഷെ അതൊന്നും പ്രിലിംസ് ഒക്കെ കയറും, മെയിൻസിലേക്കൊന്നും എത്തിയില്ല. അങ്ങനെയൊക്കെ അതങ്ങനെ നിന്നു. പിന്നെ മെയിനായിട്ട് വന്ന കഴിഞ്ഞ HSSTന്റെ, അത് BEd പഠിക്കുന്ന സമയത്തായിരുന്നു. കഴിഞ്ഞ HSST. അപ്പം അത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒക്കെ വന്ന്, പക്ഷേ ലിസ്റ്റിലേക്ക് വന്നില്ല. അത് BEdന്റെ സർട്ടിഫിക്കറ്റും ഇല്ലായിരുന്നു, സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലായിരുന്നു ആ സമയത്ത്. പിന്നെ അതങ്ങനെ നിന്നു. അപ്പൊ തന്നെ ഭയങ്കര സങ്കടമായിരുന്നു. സങ്കടം തോന്നി. അല്ല, നമ്മൾ നിന്ന് സംസാരിക്കുകയാണല്ലേ, ഞങ്ങള് കാണുന്ന ആ ഒരു നിന്ന് സംസാരിക്കുന്നതിന്റെ ടോണിൽ ഞങ്ങൾ പോയിട്ടാണ്. അപ്പൊ നമുക്ക് ഇനി ഇരുന്ന് സംസാരിക്കാം. അപ്പൊ ഇവിടെ ഇരുന്നായിരുന്നു പഠനമൊക്കെ? പഠനം എങ്ങനെ ഒരു സെപ്പറേറ്റ് സ്ഥലമൊന്നും ഇല്ലായിരുന്നു ഇരുന്ന് പഠിക്കാൻ. നമുക്കറിയാലോ, നമ്മളിങ്ങനെ റൂമില് താമസിക്കുമ്പോൾ ഒരു റൂം അടച്ചിട്ടിരുന്ന് അത് നമുക്കൊരു സ്റ്റഡി റൂമായിട്ട് വെച്ചിരുന്ന് പഠിത്തമൊന്നും ഇല്ലായിരുന്നു. എവിടെയാണോ നമുക്ക് സമയം കിട്ടുന്ന സ്ഥലം കിട്ടുന്നത് അവിടെ ഇരുന്നങ്ങ് പഠിക്കുക. അങ്ങനെയായിരുന്നു. ബെഡ്റൂമും ഒക്കെ പഠിത്ത സ്ഥലങ്ങൾ തന്നെയായിരുന്നു, അല്ലാതെ സെപ്പറേറ്റ് റൂമായിട്ടൊന്നും ഇല്ല. പിന്നെ അവനെവിടെയാണോ അവിടെ ഇരിക്കും. അപ്പം അവൻ്റെ കൂടെ കളിക്കുന്ന കൂട്ടത്തിൽ പഠിക്കും. ഫോണൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ വെച്ച് പഠിക്കും. പിന്നെ അവൻ ഉറങ്ങുന്ന സമയത്ത് ചിലപ്പം അടുത്തുനിന്ന് മാറാനൊന്നും ചിലപ്പോൾ സമ്മതിച്ചതിരിക്കില്ല. അപ്പൊ ആ കട്ടിലെ തന്നെ ഇരുന്നങ്ങ് വായിക്കും. അങ്ങനെയൊക്കെയായിരുന്നു പഠിത്ത സ്ഥലം. ഇതിപ്പം +2 തൊട്ടുള്ള എല്ലാ ബുക്കുകളും എനിക്കൊന്ന് കൊമേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ? +2 ഡിഗ്രി PG ഒക്കെ ബുക്കുകളെല്ലാം ഉണ്ട്. BEdന്റെ ബുക്കും എല്ലാം ഉണ്ട്. കളഞ്ഞിട്ടില്ല, എല്ലാം കയ്യിലുണ്ട്. അപ്പൊ ഇത് പരീക്ഷ എഴുതുന്ന എല്ലാവരോടും പറയാനുള്ളത് അതൊക്കെ തന്നെയാണ്. നമ്മള് ബുക്കുകള് മാക്സിമം അതാണ് ബേസ്. അതിന് കൂടുതൽ എന്താണ് ഡെവലപ്പ് ചെയ്ത് വരുന്നു എന്നല്ലാതെ ബേസ് അത് തന്നെയാണ്. +2 എന്ത് പഠിച്ചോ, ഡിഗ്രിക്ക് എന്ത് പഠിച്ചോ, അതാണ് ബേസ്. ഉണ്ടെങ്കിൽ അത് കളയാതിരുന്നാൽ മതി. അത് ബുക്കുകൾ കൈവയ്ക്കുന്ന ഉപകാരപ്രദമാണ്. നമ്മളെപ്പോഴും ഷോർട്ട് നോട്ട് എഴുതാനും ഒക്കെ ബുക്ക് നോക്കി എഴുതി വെക്കുക. പിന്നെ അഡീഷണൽ ഫാക്ട് കിട്ടുന്നത്, അഡീഷണൽ ഇൻഫർമേഷൻ കിട്ടുന്നത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് നോട്ട് വലുതാക്കുക എന്നുള്ളതായിരുന്നു ഒരു ടിപ്പായിട്ട്. ടീച്ചർ അങ്ങനെ എല്ലാത്തിനും സെപ്പറേറ്റ് ബുക്കൊക്കെ ഉണ്ടായിരുന്നു? എല്ലാ സബ്ജക്റ്റിനും ഉണ്ട്. എല്ലാ സബ്ജക്റ്റിനും ഓരോ നോട്ടുകൾ ഉണ്ട്. എല്ലാത്തിനും അതിൽ തന്നെയാണോ ഇങ്ങനെ എഴുതി പോകുന്നു? അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ നെറ്റിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എഴുതിയ കുറെ നോട്ടുകളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് HSSTയിലേക്ക് വരുമ്പോൾ കുറെ അഡീഷണൽ ആയിട്ട് ചേർത്തു. പിന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന് കിട്ടുന്ന മെറ്റീരിയൽസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു നോട്ടിലേക്കൊക്കെ മാറ്റി വെച്ച് എഴുതി. അങ്ങനെയാണ് പഠിത്തം. GK എങ്ങനെയുണ്ടായിരുന്നു? GK ഈ പ്രാവശ്യത്തെ GK ഇച്ചിരി ടഫായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഇച്ചിരി പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. എന്നാലും GK പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തപ്പോൾ GK എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് GK, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജനറൽ PSC കുറച്ച് നോക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നതിന് മുമ്പ് കുറച്ചാൾ അതൊക്കെ നോക്കിയിരുന്നു. അപ്പം ആ ഒരു ബേസ് ഉള്ളത് കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ വലിയ കുഴപ്പമില്ലാതെ പഠിച്ചു പോയിരുന്നു. എക്സാം നമുക്ക് കുറച്ച് ടഫായിരുന്നു. വന്നപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ പോയി. നെഗറ്റീവ് ഉണ്ടായിരുന്നു? നെഗറ്റീവ് മാക്സിമം കുറച്ചിട്ടുണ്ട് ഞാൻ ഈ എക്സാമിന്. എന്തോ അന്ന് ഞാൻ ഭയങ്കര കൂളായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ എക്സാം നല്ല കൂളായിട്ടാണ് എഴുതിയത്. ഭയങ്കര ടെൻഷനൊന്നും ഇല്ലായിരുന്നു. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഇന്ന് 2 ആഴ്ച മുമ്പ്, എക്സാമിന് 2 ആഴ്ച മുമ്പ് ഞാനൊന്ന് വീണ് കാലൊക്കെ പ്ലാസ്റ്റർ ഇട്ടൊക്കെ ഇരിക്കുവായിരുന്നു. അപ്പം ആ ഒരു ടൈമില് എന്തോ കൂളായിരുന്നു. കൂളായിട്ട് പോയി അങ്ങ് എഴുതുക ചെയ്തത്. എല്ലാവരുടെയും ഹെൽപ്പ് വേണമായിരുന്നു. ഒരു കാല് കുത്താൻ പറ്റില്ലായിരുന്നു, ഒരു കാല്. അപ്പൊ നമ്മളിങ്ങനെ ഹസ്ബൻഡ് വന്ന് വണ്ടിയിൽ കൊണ്ടുപോയി സാറുമാരെ എക്സാം ഹാളിലേക്ക് പിടിച്ചിട്ട് കൊണ്ടുവന്നിരുത്തി അങ്ങനെയൊക്കെ എക്സാം എഴുതിയത്. അപ്പോൾ ഭയങ്കര കൂളായിട്ട് അങ്ങ് എഴുതുക ചെയ്തത്. അതുകൊണ്ട് തോന്നുന്നു മാക്സിമം നെഗറ്റീവ് ഞാൻ കുറച്ചിട്ടുണ്ട്. നേരത്തെ OMR ഒക്കെ വെച്ച് പരിശീലിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞങ്ങൾ എപ്പോഴും പറയും OMR എടുത്ത്. അപ്പൊ ലാസ്റ്റ് ടൈം ആയപ്പോഴത്തേക്കും നമുക്ക് എക്സാം ഷീറ്റ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു 2-3 പ്രാവശ്യമൊക്കെ എഴുതി നോക്കി. പിന്നെ PSC പരീക്ഷ അതറിയായിരുന്നല്ലോ. പിന്നെ അങ്ങനെ
നെഗറ്റീവ് കുറച്ച് Negative എഴുതി, maximum, നെഗറ്റീവ് കുറച്ച് കുറയ്ക്കാൻ എഴുതി. നോക്കി. ഈ കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കാൻ എന്തായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? ഞാന് നമുക്ക് ഫോണിൽ വരുന്ന ഇൻഫർമേഷൻസ് കുറെ, പിന്നെ സിസിന്ന് തന്നെ നമുക്ക് എല്ലാ മാസവും തരുമായിരുന്നല്ലോ current affairs. കറണ്ട് അഫയേഴ്സിന്റെ, അത് വായിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ പത്രം വായന കുറവായിരുന്നു, എന്നാലും അല്ലാതെ വരുന്ന ഈ കിട്ടുന്ന ഇൻഫർമേഷൻ GK ആയിട്ടും കറണ്ട് അഫയേഴ്സുമായിട്ട് വരുന്നത്. ഈ ഒരു നമ്മൾ പലപ്പോഴും പരീക്ഷകൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ്. അപ്പം കുറേ പരാജയങ്ങൾ നേരിട്ടു. ആ പരാജയങ്ങളിൽ ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല ഇനി ഇത് കളഞ്ഞിട്ട് നമുക്ക് പ്രൈവറ്റ് ജോബിൽ എന്തെങ്കിലും പോകാമെന്ന് തോന്നിയിട്ടില്ല? ഇല്ല, ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം നമ്മള് പഠിച്ച് BEd കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു പ്രൈവറ്റ് ഫേമിലാണ് ടീച്ചറായിട്ട് ചെയ്തത്, ലെക്ചറായിട്ട് കയറി. പക്ഷെ അവിടുത്തെ എക്സ്പീരിയൻസ് നമുക്ക് അങ്ങനെ എന്താ പറയുക, ഫിനാൻഷ്യലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നതായിരുന്നില്ല. പിന്നെ ഹസ്ബൻഡ്, ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡ് സർവീസിലാണ്. അപ്പം സർവീസിൽ തന്നെ കയറണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പം തന്നെ. പിന്നെ അതുകൊണ്ട് തന്നെ ഈ കരിയർ ഗ്യാപ്പ് വന്നെങ്കിലും പിന്നെ അങ്ങനെ പ്രൈവറ്റിലേക്ക് പോകാൻ തോന്നിയില്ല. പിന്നെ തോന്നിയില്ല. പക്ഷെ അപ്പൊ എല്ലാവരും പറയാറില്ലേ, നിനക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, നീ കുഞ്ഞുങ്ങളെ വീട്ടില് മാത്രം ഇരിക്കുകയാണ്, അപ്പൊ ഒത്തിരി സമയം പഠിക്കാം എന്നൊക്കെ പറയത്തില്ലേ? എല്ലാവരും അങ്ങനെ പറയായിരുന്നു. കാരണം നമ്മള് പഠിക്കുമായിരുന്നു അത്യാവശ്യം, പറഞ്ഞല്ലോ. അപ്പൊ +2 ഡിഗ്രി ഒക്കെ പഠിച്ചു വരുന്നൊരു കുട്ടിയായപ്പോ അവരിങ്ങനെ വീട്ടിൽ നിന്നാണെങ്കിൽ പോലും പുറത്തു നിന്നും ഒക്കെ എല്ലാവരും ഇങ്ങനെ പറയും, എന്താ പഠിക്കാത്തെ, എന്താ ജോലി കിട്ടാത്തെ. ഓരോ പ്രാവശ്യം വയനാട്ടിൽ ചെല്ലുമ്പോൾ എല്ലാരും ചോദിക്കുന്നതാ, ഒന്നിലും വന്നില്ലേ, റാങ്കിൽ വന്നില്ലേ, എന്താ കിട്ടാത്തെ, കുറെ നാളായല്ലോ കിട്ടാത്ത എന്നാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ ജീവിക്കുന്നവർക്കാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയുള്ളൂ. നമുക്കപ്പ മോനും കൂടി ആവുമ്പളേ അപ്പൊ അവനെയും കൂടെ ഇരുത്തി പറ്റുന്ന സമയത്ത്, പിന്നെ എന്താ അവരുടെ ചോദ്യമൊക്കെ ഒരു ഊർജ്ജമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതെ, അങ്ങനെ പഠിച്ചു വന്നു. എല്ലാവർക്കും പറയാൻ ഒരു ആൻസർ ഇപ്പൊ ആയില്ലേ, ഇന്നിപ്പോ പ്രൂവ് ചെയ്തപ്പോ. കാരണം PSC ഒരു കുറച്ച് ലോങ് പ്രോസസ് ആണല്ലോ. പക്ഷെ നമുക്ക് പലർക്കും അത് അറിയില്ലല്ലോ. അതിലേക്ക് ഇറങ്ങുന്നവർക്ക് അതറിയാം, പുറത്തുള്ളവർക്ക് ഇത് കുറെ ആയല്ലോ പഠിക്കുന്നു, കുറെ ആയല്ലോ, എന്താ കിട്ടാത്തത് കാരണം ഒരു PSCയുടെ ഒരു എക്സാമിന് ഒരു 3 വർഷ കാലയളവ് എന്തായാലും ഉണ്ട് എന്നുള്ളത് അത് നമുക്കറിയാം, പുറത്തുനിന്നുള്ളവർക്ക് അറിയില്ല. പക്ഷെ അവരുടെ ചോദ്യം അങ്ങനെയല്ല, ചോദ്യം നമുക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. ആ സമയത്ത് ഒന്നും ഇല്ലായിരിക്കും, വെറുതെ ചോദിക്കുന്നതായിരിക്കും, പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. ചിലപ്പോ എല്ലാവരുടെയും മുമ്പിൽ വെച്ചൊക്കെ ചോദിക്കുമ്പോഴേ, ഒരു ഫംഗ്ഷൻ ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഹേർട്ട് ചെയ്യും. പിന്നെ കോളേജിൽ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു? കോളേജിലുണ്ടായിരുന്നു. BEd കഴിഞ്ഞിട്ട് നമ്മള് കോളേജിലായിരുന്നു കയറിയത്. അപ്പൊ ഉള്ള കോളേജിലെ ജോലി കളഞ്ഞു, പിന്നീട് PSC ആയി. പിന്നെ കല്യാണം കഴിഞ്ഞു, കൊച്ചായി. അപ്പൊ പിന്നെ കോവിഡ് ഒക്കെ ആയപ്പോ ഗ്യാപ്പ് വന്ന് 5 വർഷം ഗ്യാപ്പായി. 5 വർഷം കാര്യങ്ങളൊക്കെ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ, അതായത് ഈ HSST പരീക്ഷയ്ക്ക് വേണ്ടി ഒരു ഫസ്റ്റ് സിലബസ് കവർ ചെയ്തൊരു ബേസ് ക്രിയേറ്റ് ചെയ്യാൻ എത്ര നാളെടുത്ത് കാണുമായിരിക്കും? കുറച്ച് സമയം എടുക്കും. കാരണം എനിക്ക് ഗ്യാപ്പ് വന്നതുകൊണ്ട്, ഇപ്പൊ പഠിക്കുന്നവർക്കാണെങ്കിൽ അത്രയും പ്രശ്നം വരില്ല. ഗ്യാപ്പ് വന്നതുകൊണ്ട് നമ്മൾ ആ സിലബസ് അനുസരിച്ച് എല്ലാം ഒന്ന് റീകോൾ ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുത്തു. 2-3 മാസം അല്ല, അതിൽ കൂടുതൽ സമയം എടുത്തായിട്ടാണ് ഒന്ന് ബേസ് ആക്കി എടുത്തത്. പിന്നെ CCയുടെ മെറ്റീരിയൽസിലേക്ക്, പിന്നെ ആ ഒരു ബേസിന് ശേഷമാണ് ഞാൻ കൂടുതലും CC മെറ്റീരിയൽസിലേക്ക് ഫോക്കസ് ചെയ്തത്. ആദ്യം ഒരു സ്ട്രക്ചർ ആക്കിയതിന് ശേഷമാണ് പിന്നെ അവിടെ കൂടുതലും നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറെ ഇൻഫർമേഷൻസ് കിട്ടുമല്ലോ. അപ്പൊ ബേസ് ഇല്ലാതെ നമ്മൾ ആദ്യം തന്നെ അതിലേക്ക് പോയാൽ ശരിയാവില്ല. അപ്പൊ ഞാൻ പഠിച്ചു വന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെന്റ് മേരീസ് സ്കൂളിലാണ് പഠിച്ച, സെന്റ് മേരീസ് കോളേജിൽ. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലേ അവിടെ. അപ്പോൾ അവരുടെ ആ ഒരു ടെക്സ്റ്റ് ബുക്കുകളെല്ലാം വെച്ച് ഞാൻ പഠിച്ചു വന്നതിൽ നിന്ന് തന്നെ ഞാനൊരു ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഈ ഒരു നമ്മളിപ്പം തന്നുകൊണ്ടിരുന്നത് ഒരു പോർഷൻ ഞങ്ങൾ തരും, എന്നിട്ട് അതിനെ റിവിഷൻ ചെയ്യിപ്പിക്കുന്നു, പരീക്ഷ എഴുതിപ്പിക്കുന്നു. അതേ രീതിയിൽ തന്നെയാണോ താങ്കളും ചെയ്തുകൊണ്ടിരുന്നത്? ഞാന് പഠിക്കും, പിന്നെ CCയുടെ എക്സാം ഉണ്ടല്ലോ, അത് അറ്റൻഡ് ചെയ്യും, മാർക്കൊക്കെ നോക്കും. അപ്പൊ നമുക്കറിയാം ഏതൊക്കെ റേഞ്ചിൽ വരും. അപ്പൊ അതിൽ കൂടുതൽ പഠിക്കുമോ അതോ അതിൽ കുറവായിരിക്കുമോ തരുന്ന പോർഷനേക്കാളും പഠിക്കാറുണ്ടായിരുന്നത്? അത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്. ചില ദിവസം ചിലപ്പോൾ അതിൽ കൂടുതൽ പഠിക്കാനുള്ള സമയം കിട്ടിയെന്നിരിക്കും, ചിലപ്പോൾ പക്ഷെ നോക്കാനേ പറ്റിയെന്നിരിക്കില്ല. പക്ഷെ എക്സാമുകൾ എങ്ങനെയും മാക്സിമം ഞാൻ അറ്റൻഡ് ചെയ്യാൻ നോക്കാം. എക്സാം അങ്ങ് എഴുതും. അപ്പൊ ഒന്നും പഠിച്ചില്ലെങ്കിലും എക്സാം എഴുതും. അറിയാലോ എന്തോരും എത്താൻ പറ്റുന്നുണ്ട് നമുക്ക്. എത്ര റാങ്കിനൊക്കെ ഉള്ളിലായിരിക്കും എത്താറുള്ളത്? അവിടെ CCയിൽ പറഞ്ഞ പോലെ ഈ ബാച്ചിൽ 300-350 അടുത്തുണ്ടായിരുന്നു. അപ്പം ഒരു 50, ആദ്യമൊക്കെ 50, പിന്നെ 20-30 ആ ഒരു റേഞ്ചിലേക്കൊക്കെ വരുമായിരുന്നു. അപ്പം അതിൽ തന്നെ എന്തായാലും ആ ഒരു ഇത്ര റാങ്കിനുള്ളിൽ തന്നെ വരുമായിരുന്നു. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡന്റ് ആണ്, കുഴപ്പമില്ലാതെ എനിക്ക് പറ്റും എന്നൊരു ഇത് തോന്നും. ഞാൻ ഇത്രയും ആണെങ്കിലും എനിക്ക് പറ്റുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ പിന്നെ കുറച്ചും കൂടെ സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും,
അപ്പൊ അതിനനുസരിച്ച് കുറച്ചും കൂടെ നേരെ ഇരുന്ന് പഠിക്കും. അപ്പൊ അടുത്ത എക്സാമിൽ കുറച്ചും കൂടെ മാർക്ക് റാങ്കിലേക്ക് വരാൻ നോക്കും. അങ്ങനെയൊക്കെ. പിന്നെ CC തന്നെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ആ ബാച്ചിൽ ഉണ്ടായിരുന്ന 1-2 ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയായിരുന്നു. അവര് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവര് ക്വസ്റ്റ്യൻസ് എല്ലാ ദിവസവും ഇടാൻ പറയും. ഒരു ഏരിയ പറഞ്ഞിട്ട് അവര് തന്നെ നമ്മൾ തന്നെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിടും. അത് പിന്നെ രാത്രി എക്സാം പോലെ നടത്തും. അങ്ങനെയൊക്കെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചോദിച്ചും പറഞ്ഞു ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടൊക്കെ പോയി. അപ്പം ചെറിയ ചെറിയ വിഷമങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ അവരും ഇതേപോലെ ഫാമിലിയാണ്, മക്കളുള്ളവരാണ്. അപ്പം അവർക്കും ഇതേപോലെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങോട്ടൊരു ക്വസ്റ്റ്യൻ പറയുമ്പോ ഇങ്ങോട്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടുവാണല്ലോ. ഓരോ ക്വസ്റ്റ്യൻസ് കിട്ടിയ വായിക്കാൻ സമയമില്ലാത്തവർക്കൊക്കെ അതൊരു ഹെൽപ്പ്. ഓഡിയോ നോട്ടോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടായിരുന്നു? എന്തെങ്കിലും പോർഷൻ പഠിച്ചിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ച് പിന്നീട് അത് കേൾക്കുക അങ്ങനെയുള്ള എന്തെങ്കിലും ടെക്നിക്ക്? ഞാൻ കൂടുതൽ എഴുതുകയായിരുന്നു. ഞാൻ വായിക്കുന്ന അപ്പൊ തന്നെ എന്റെ കയ്യിൽ പേന ഉണ്ടാവും. അപ്പൊ അതെങ്ങനെ എഴുതി നോക്കല പരിപാടി. അങ്ങനെ പറഞ്ഞു വെക്കല് കുറവായിരുന്നു. പറഞ്ഞു വെക്കല്. വീഡിയോസ് ഫുൾ ആയിട്ട് കാണുമായിരുന്നു? വീഡിയോസ് കാണുമായിരുന്നു. മാക്സിമം വീഡിയോസ് കാണുമായിരുന്നു. മെറ്റീരിയൽസ് PDF വരുന്ന എന്തായാലും നോക്കുമായിരുന്നു. ഇനിയിപ്പോ വീഡിയോ ഒരെണ്ണം സ്കിപ്പ് ചെയ്യാൻ കാണാൻ പറ്റിയില്ലെങ്കിലും മെറ്റീരിയൽസ് എന്താന്ന് അറിയാൻ പറ്റും അല്ലേ? ആ ക്ലാസ്സിൽ എന്താ ഡിസ്കസ് ചെയ്തത്. പിന്നെ അതിൽ നമുക്ക് അറിയാത്ത പോർഷൻ വരുമ്പോ പെട്ടെന്ന് നമ്മൾ എടുക്കും. വീഡിയോസ് ഉണ്ടല്ലോ. നമ്മള് ഒരു സാധനം പഠിച്ചു വരുമ്പോ ഇതിനെ പറ്റി അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് CCയിൽ കയറും, ആപ്പിൽ നോക്കും എവിടെയാ വീഡിയോ ഏതാ. ഓരോ പോയിന്റിനും വീഡിയോസ് ഉണ്ടല്ലോ. ഓരോ ക്ലാസ്സും സെപ്പറേറ്റ് വീഡിയോസ് അല്ലേ കൊടുക്കുന്നേ. അപ്പൊ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലാതെ ഒറ്റ ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഇത് മാത്രത്തിന് ഒറ്റ വീഡിയോസ് ആയിട്ടല്ലല്ലോ. ബിസിനസ് മാനേജ്മെന്റിൽ ഓരോ ടോപ്പിക്കിനും ഇങ്ങനെ വീഡിയോസ് സെപ്പറേറ്റാ. അപ്പൊ നമുക്ക് ആ പോർഷൻ എവിടെയാന്ന് പെട്ടെന്ന് ആ വീഡിയോ കാണുമ്പോൾ നമുക്കത് ക്ലിയർ ആവും. അപ്പൊ അതിന്റെ നോട്ട് എഴുതും. പിന്നെ നമ്മൾ വായിച്ച് എവിടെയെങ്കിലും എത്തുമ്പോഴായിരിക്കും അടുത്തൊരു കൺഫ്യൂഷൻ വരുന്നത്. പെട്ടെന്ന് അതെടുത്ത് നോക്കും. പിന്നീട് ഈ രണ്ടാമത്തെ തവണ വീഡിയോസ് കാണുവാണോ അതോ ഈ നോട്ട് തന്നെ വായിക്കുകയാണോ റിവിഷന് വേണ്ടി ചെയ്യുന്നത്? നോട്ട് വായിക്കായിരുന്നു. റിവിഷൻ നോട്ട് വായിക്കലായിരുന്നു. കാരണം ഞാൻ എഴുതി വെച്ച ഒരു നോട്ടുകൾ ഉണ്ടാവുമ്പോൾ എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ വീഡിയോ കാണാൻ കുറെ ടൈം എടുക്കും. റിവിഷൻ അതായിരുന്നു. പക്ഷെ പഠിക്കുമ്പോൾ നമ്മൾ വീഡിയോ. അത് എത്ര നാളുകൾക്കുള്ളിൽ ആ ഫസ്റ്റ് ഫേസ് ഒക്കെ കഴിഞ്ഞ ഒരു സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കാണുമായിരിക്കും? പരീക്ഷയ്ക്കൊക്കെ എത്ര നാൾ മുമ്പായിട്ട് ഒരു ഫസ്റ്റ് റിവിഷൻ? നമ്മളിപ്പോ നോട്ടിഫിക്കേഷൻ വന്ന എക്സാം വരുന്നത് നോട്ടിഫിക്കേഷൻ 2024 ജൂൺ ആ ഒരു സമയത്ത്, ജൂൺ ജൂലൈ ആ സമയത്ത് വരുന്നത്. എക്സാം വരുന്നത് 2025 ജൂൺ ആ സമയത്താണ് വരുന്നത്. അപ്പം നമ്മൾ ഇത്രയും ഗ്യാപ്പ് വരുമ്പോഴും നമ്മൾ ഇടയ്ക്കൊന്ന് ഡൗൺ ആവും. കാരണം വരുന്നില്ലല്ലോ, എക്സാം വരുന്നില്ലല്ലോ. പിന്നെ ഡൗൺ ആവും. പിന്നെ എക്സാമിനോട് അടുത്ത് പിന്നെ ഇങ്ങനെ പറയും, നമ്മൾ CCയിൽ തന്നെ വീഡിയോസ് ഇടും, അടുത്ത് വരുന്നുണ്ട് എക്സാം അടുത്തുണ്ടാവും എന്ന് പറയുമ്പോൾ ചെറിയൊരു മോട്ടിവേഷനാവും. കുറച്ച് നോക്കും, പിന്നെ നമ്മൾ ഡൗൺ ആവും പറയൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡൗൺ ഒക്കെ ആയിപ്പോയിട്ടുണ്ട്. കിറ്റ് ചെയ്യണമെന്ന് തോന്നില്ല. പക്ഷെ നമ്മള് പഠിക്കുന്നതിന്റെ ആ ഒരു കൺസിസ്റ്റൻസി ചിലപ്പോൾ നഷ്ടപ്പെടും നമുക്ക്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോ ഒരാഴ്ചയൊക്കെ നോക്കുമ്പോ ഒന്നും നോക്കാതിരുന്നിട്ടുണ്ട്. നാട്ടിലേക്ക് പോകുമ്പോ ഒന്നും നോക്കാതെ അങ്ങനെ പോകും. പിന്നെ വന്നു കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ട്രാക്കിലേക്ക് വരണം. അപ്പൊ കുറച്ച് സമയം എടുക്കും. പിന്നെ ഒന്ന് നോക്കി വരുമ്പോഴായിരിക്കും വേറെ എന്തെങ്കിലും ഒരു അത്യാവശ്യം. അപ്പൊ അതിന്റെ ഗ്യാപ്പ് വരും. അങ്ങനെയായിരുന്നു. നമ്മളിങ്ങനെ പഠിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഇരുന്നു, കൺസിസ്റ്റന്റ് ആയിട്ട് അങ്ങനെ അങ്ങ് പഠിച്ചു പോയിട്ടില്ല. ഈ ട്രാക്കിൽ തിരിച്ചു കയറുക എന്ന് പറയാൻ കുറച്ച് പ്രയാസമുള്ള കാര്യമല്ലേ? അതെ, കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ഗ്യാപ്പ് വന്നതുകൊണ്ട് തിരിച്ചു കയറുക എന്നുള്ളത് കുറച്ച് പ്രയാസമായിരുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ നോട്ടുകളൊക്കെ കയ്യിലുള്ളത് കൊണ്ട്, ബുക്കുകൾ എപ്പോഴും കയ്യിലുള്ളത് കൊണ്ട് ഒരു കോൺഫിഡന്റ് ആയിരുന്നു. പുഷ് ചെയ്തുകൊണ്ടിരുന്നത് പഠിക്കുന്നില്ലായിരുന്നു. പുഷ് ചെയ്തു. ഞാൻ തന്നെ സെൽഫ് മോട്ടിവേഷൻ ആയിരുന്നു കൂടുതലും. അല്ല ചിലയിടത്തൊക്കെ പറയും എല്ലായിടും ഇങ്ങനെ പുഷ് ചെയ്യുന്നു. അങ്ങനെയൊന്നുമില്ല, നമ്മൾ തന്നെയായിരുന്നു സെൽഫ് മോട്ടിവേഷൻ. കാരണം നമുക്ക് ആയിരുന്നു ആവശ്യം നമ്മുടെ ആയിരുന്നു. അതുകൊണ്ട് സെൽഫ് മോട്ടിവേഷൻ ആ കൂടുതലും. ശരിയല്ല ചെയ്യുന്നത് നമുക്ക് നമ്മളിപ്പോ ഒരു ആഴ്ച പഠിക്കാതിരിക്കുമ്പോ ഭയങ്കര ഒരു റിഗ്രറ്റ്. അയ്യോ ഒരാഴ്ച പോയി ഒന്നും നോക്കിയില്ല, ഇങ്ങനെ ശരിയാവില്ല. അപ്പൊ അടുത്ത ആഴ്ച കുറച്ചും കൂടെ നല്ലപോലെ പ്രാർത്ഥിക്കും. അതിൽ രണ്ടിലും നിലനിന്ന് പോയി. കുറേ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്ത് കാണുമല്ലോ. ഒരുപാട് കാര്യങ്ങൾ. എന്തൊക്കെയായിരിക്കും മെയിൻലി കോംപ്രമൈസ് ചെയ്തു തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉറക്കം നമ്മൾ ഭയങ്കരമായിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. അത് മെന്റലി ഫിസിക്കലി ഭയങ്കരമായിട്ട് നമ്മളെ ഉറക്കം ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് പോവും. അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കൊച്ചുണ്ടായപ്പോ തന്നെ നമുക്ക് ഉറക്കമേ ഇല്ലാതെയായി. കുറേ കാലത്തേക്ക് പിന്നെ ഉറക്കം അങ്ങനെ വന്നു. ഈ പഠനകാലം ഒരു പോസ്റ്റ്മോർട്ടം ഒരു ഡിപ്രഷന്റെ ഒരു സ്റ്റേജ് കൂടിയായിരുന്നു. ശരിക്കും ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ തന്നെ കടന്നു പോയിട്ടുമുണ്ട് ഞാൻ. അപ്പം
പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാവണമെന്നില്ല ചിലപ്പോൾ ആ ഒരു സ്റ്റേജിലൂടെയാണ് പോകുന്നത്. അപ്പം അതിനനുസരിച്ച് പിന്നെ ഞാൻ പറഞ്ഞ പോലെ സെൽഫ് മോട്ടിവേഷൻ എനിക്ക് പറ്റുന്നുണ്ട്. ആ ഒരു സ്റ്റേജിലാണെങ്കിലും നമുക്ക് പോണം, കയറണം എന്നുള്ളൊരു. അപ്പം കൊച്ചിനെയൊക്കെ ഉറക്കി കോംപ്രമൈസ് ചെയ്ത കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ഉറക്കം കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് പറഞ്ഞ പോലെ കുറെ. കുക്കിംഗ് ഒക്കെ ഉണ്ടോ? കുക്കിംഗ് ഒക്കെ ചെയ്യണമല്ലോ, നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണത്. ഫുഡ് ഉണ്ടാക്കണം. പിന്നെ കൊച്ചുള്ളത് കാരണം നമുക്കൊന്നും അവൻ എന്തായാലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം കറക്റ്റ് സമയത്ത്. ചെറുപ്പമായതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെ നമ്മൾ കഴിക്കുന്നത് തന്നെ കൊടുക്കാനും പറ്റില്ല. അവന് സെപ്പറേറ്റ് കുറുക്ക് അങ്ങനെ ഫുഡുകളൊക്കെ സമയത്ത് കൊടുക്കണം. അപ്പൊ അതൊക്കെ വേണ്ടിയിട്ട് ഫീഡിങ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച്. അതൊക്കെ അങ്ങനെ പോയി. ഇപ്പൊ ചോദിച്ചാ എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ലായിരിക്കും. ഇല്ല, ഇപ്പൊ ചോദിച്ചാ അതാണ് അതങ്ങനെ സ്റ്റേജ് പോയി കടന്നു പോകും ഈ കാലഘട്ടം എല്ലാം. ശരിക്കും അതാണ്. ഇനി ഒരു അതായത് CCയുടെ ആപ്പ് എത്രമാത്രം സഹായകരമായി താങ്കൾക്ക്? വളരെയധികം. കാരണം നമ്മൾ ഈ ഗ്യാപ്പ് വന്നിട്ട് പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് എവിടെ തുടങ്ങണം, സിലബസ് ഓഫ് കോഴ്സ് കിട്ടും. പക്ഷെ അതിൽ പറയുന്ന കാര്യങ്ങൾ എവിടെ എങ്ങനെ എന്താ അതിൻ്റെ ഒരു നമ്മൾ ചിലപ്പോൾ എടുത്തു നോക്കുമ്പോഴല്ലോ ഭയങ്കര വൈഡായിട്ട് പോകും. നമ്മൾ അത്രയും വൈഡായിട്ട് പോയാലും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ പോയിന്റിൽ തന്നെ നിൽക്കണം. ആ പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കി ആ പോയിന്റിൽ തന്നെ നിന്നാലാണ് നമുക്ക് എക്സാമിന് അത് പറ്റുള്ളൂ. ഒരുപാട് വായിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പരീക്ഷ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതിലേക്ക് തന്നെ നിൽക്കണം. അപ്പം അതിന് CC ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് CC ആപ്പിലേക്ക് എത്തിയത്? ഒരുപാട് പേര് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത്? അതിങ്ങനെ പെട്ടെന്നുണ്ടായൊരു തോന്നലാണ് ശരിക്കും പറഞ്ഞാൽ. സെറ്റ് ഒന്നും ഞങ്ങളോടൊപ്പം അല്ലല്ലോ പഠിച്ചത്. അല്ലല്ലോ, സെറ്റും നെറ്റും ഒക്കെ പഠിക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് അങ്ങനെ അങ്ങ് കിട്ടിയത്. അപ്പം അതിനുശേഷം CCന്റെ എപ്പോഴും ഞാൻ യൂട്യൂബ് ചാനലൊക്കെ കാണാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന് ഈ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് CCന്ന് കോൾ ചെയ്യുന്നത്. അല്ല, ഞാൻ അങ്ങോട്ട് എന്തോ എൻക്വയറി ചെയ്യുന്നത്, എത്രയാ ഫീസ്, എന്താ കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ച്. അപ്പൊ പിന്നെ CC നമ്മളൊരു പ്രാവശ്യം CCയിൽ എൻക്വയറി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ മെസ്സേജ് വരികയും നമ്മളിങ്ങനെ വരുന്നില്ല ചോദിച്ച് ഇങ്ങനെ എപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ പിന്നെ ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നു. അപ്പൊ നമ്മൾ അല്ലാതെ പഠിക്കാൻ നോക്കിയിട്ട് അങ്ങ് എത്തുന്നില്ല, സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ വായിച്ചിട്ട് തീരുന്നില്ല. ഒരു ബുക്ക് എടുത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്കത് ഉറക്കം വരുന്നു, തീരുന്നില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. അപ്പോഴാണ് CCയിലേക്ക് അന്ന് ഒരു കോഴ്സ് എടുത്ത് ചെയ്യാം. ഹസ്ബൻഡ് അത് നിർബന്ധമായിരുന്നു, ഒന്ന് ചെയ്യുന്നു, ഒരെണ്ണം എടുത്തോന്ന് പറഞ്ഞിട്ട്. അപ്പം പൈസ ഒന്നും നോക്കണ്ട, ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ ആ ഒരു മോട്ടിവേഷനിൽ അങ്ങനെ ഒന്ന് എടുത്ത് നോക്കാം, ചെയ്യാമെന്ന് ചെയ്യാം. അത് കൃത്യമായി നല്ലൊരു ഡിസിഷൻ ആയിരുന്നു. ഇന്ന് ഞങ്ങളും ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങളും പ്രൗഡാണ്. കാരണം HSST കൊമേഴ്സിൽ ആദ്യത്തെ 10 റാങ്കിൽ ഞങ്ങൾക്ക് ഏകദേശം 5-6 റാങ്കോളം ഞങ്ങളുടെ റാങ്കുകളാണ്. ആ റാങ്കുകളിലേക്ക് എത്തപ്പെടാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റുഡൻസും നമ്മുടെ ഒപ്പം നിന്നു, ടീച്ചേഴ്സ് നിന്നു. നല്ല ടീച്ചേഴ്സ് ആയിരുന്നു. നല്ല ക്ലാസ്സുകളായിരുന്നു. വിഷ്ണു സാറിന്റെ നല്ല ക്ലാസ്സുകളായിരുന്നു. ഒരുപാട് സാർമാർ കേട്ടോ, എല്ലാരും പേരെടുത്ത് എല്ലാരും. ഞങ്ങളുടെ മെന്റർ സാറ് നല്ലതായിരുന്നു. ഇപ്പോഴും നമ്മള് നല്ലോണം മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. എക്സാം എഴുതിയില്ലെങ്കിലും എന്താ എക്സാം എഴുതാത്തെന്നൊക്കെ ചോദിച്ച് നമ്മളെങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. കുറേ അധ്യാപകരുണ്ടായിരുന്നു HSST നമുക്ക് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ. അപ്പം വീണ്ടും പരീക്ഷ എഴുതാൻ പോകുന്ന HSST എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളോട് ഒരുപാട് പേരുണ്ട് ഇതുപോലെ സ്വപ്നം കാണുന്ന, ഹയർ സെക്കൻഡറിയിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്ന, ഇപ്പം വീട്ടമ്മമാരായിട്ടൊക്കെ നിൽക്കുന്ന അവരോട് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? അവരോട് പറയാനുള്ളത്, പെട്ടെന്ന് എനിക്ക് പറ്റുമെങ്കിൽ എല്ലാവർക്കും പറ്റും. കാരണം നമ്മൾ അത്രയും സ്ട്രഗ്ലിംഗ് സ്റ്റേജിലൂടെ പോയിട്ടും എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ട്, ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ പഠിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക, നമ്മളങ്ങനെ വിട്ടുകളയാതിരിക്കുക. ഒരു ദിവസം നമുക്ക് വരും എന്ന് വിശ്വസിച്ച് അങ്ങനെ പഠിച്ചു പോവുക. ഒരു ദിവസം എന്തായാലും വരും. അന്ന് ഈ ചിരി ഇതേപോലെ തന്നെ നിങ്ങൾക്കും ചിരിക്കാൻ സാധിക്കും അല്ലേ? ഇന്ന് വളരെ ഹാപ്പി ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഇനി അടുത്തൊരു സ്റ്റേജിലേക്ക് കടക്കുകയാണ്. അപ്പം അതിൽ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.